മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുൻ ചീഫ് സെക്രട്ടറിയുമായിരുന്ന കെ എം എബ്രാഹത്തിനെ പ്രതിയാക്കി തിരുവനന്തപുരം CBI കോടതിയിൽ FIR ഫയൽ ചെയ്തതിൻ്റെ FIR ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചി യൂണിറ്റ് CBIയുടെ SP R രാംകുമാർ IPS കേസ് അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥൻ. FIRൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്. FIRൻ്റെ പ്രത്യേകത ഏതാണ്ട് 600 പേജാണ് FIR ഒപ്പമുള്ള CBI റിപ്പോർട്ട് കാണിക്കുന്നത്. 600 പേജ് വാദി എന്ന നിലയിൽ FIRൻ്റെ കോപ്പി വാദിക്ക് കൊടുക്കണം. കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കണമെന്നാണ് നിയമം. അതും പ്രകാരമാണ് ഇന്ന് FIRൻ്റെ കോപ്പി CBI എനിക്ക് തന്നത്. അപ്പോൾ അതിൽ 600 പേജ് ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടിരിക്കുക CBI ഓഫീസിൽ. അത് വൈകുന്നേരത്തോടു കൂടിയേ ആവുള്ളൂ. അപ്പോൾ 600 പേജ് ഇത്രയും കാലത്തെ CBI കേസുകൾ നടത്തിയുള്ള അനുഭവം കൊണ്ട് ഒരു FIR ഇട്ടപ്പോൾ FIRൻ്റെ ഒപ്പമുള്ള CBI റിപ്പോർട്ട് 600 പേജ് എന്ന് പറയാൻ എന്നെ ഞെട്ടിപ്പിച്ചിരിക്കുക. അപ്പോൾ കെ എം എബ്രാഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ 2015 ഈ വരവിൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടം നടത്തിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോഴുള്ള കാലഘട്ടത്തിലാണ് പരാതിയിൽ പറയുന്ന എൻ്റെ ആരോപണങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2003 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലെ ചെക്ക് പീരീഡാണ് ഇപ്പോൾ CBI ഇട്ടിരിക്കുന്നത്. എൻ്റെ പരാതിയിലും എൻ്റെ ഹർജിയിലും എല്ലാം അങ്ങനെ തന്നെയാണുള്ളത്. ഹൈക്കോടതി തന്നെ വിജിലൻസ് ഈ പ്രതിയെ സഹായിക്കാൻ വേണ്ടി ചെക്ക് പീരീഡ്, ഈ പ്രതി പറഞ്ഞ ചെക്ക് പീരീഡ് തന്നെ ഇട്ടു 2000 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ. അത് നിയമവിരുദ്ധമാണെന്നും ആ ചെക്ക് പീരീഡ് ഇട്ടത് ഹൈക്കോടതി റദ്ദ് ചെയ്യും. ആ ചെക്ക് പീരീഡ് വിജിലൻസ് പ്രതിയെ എങ്ങനെ സഹായിക്കണമെന്ന് ഗവേഷണം നടത്തി ചെക്ക് പീരീഡ് ഇട്ട് റിപ്പോർട്ട് കൊടുത്തത്, QV റിപ്പോർട്ട് കൊടുത്തത് അതേപടി തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി കണ്ണടച്ച് റിപ്പോർട്ട് അംഗീകരിച്ചത് റദ്ദ് ചെയ്തിരിക്കുക ഹൈക്കോടതി രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ FIR ഇടുന്നതിന് വേണ്ടി ആവശ്യമായ എത്രയും വേഗം ഈ മാസം ഏപ്രിൽ 11 തീയതി ഹൈക്കോടതി ഉത്തരവിനകത്ത് വിജിലൻസിൻ്റെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ട് നേരത്തെ ഇരുന്ന തിരുവനന്തപുരം സ്പെഷ്യൽ സെൽ SP എത്രയും വേഗം രേഖകൾ മുഴുവൻ CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ടും CBI SP കത്ത് കൊടുത്തിട്ടും FIR ഇടാതെ FIR ഇടുന്നതിന് തടസ്സം നിന്നുകൊണ്ട് ഫയൽ കൊടുക്കാതെ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അധികാരം ദുരുപയോഗിച്ച് വിജിലൻസിൻ്റെ കീഴിലുള്ള തൻ്റെ കീഴിലുള്ള പ്രതിയുടെ കീഴിലുള്ള SP കൊണ്ട് ഫയൽ കൊടുപ്പിക്കാതെ FIR ഇടാതെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് ആ വിജിലൻസിൻ്റെ ഈ കേസ് അട്ടിമറിക്കാൻ CBI അന്വേഷണം മുന്നോട്ട് പോകാതെ FIR ഇടാതെ അട്ടിമറിക്കാൻ ശ്രമിച്ച ശ്രമത്തെയാണ് ഇപ്പോൾ എൻ്റെ പരാതിയിൽ മേൽ 5 പേജ് വരുന്ന പരാതിയിൽ മേൽ CBI FIR ഇട്ട് ഈ കേസിൻ്റെ മുഴുവൻ ഹൈക്കോടതിയിൽ കൊടുത്തുള്ള രേഖകളും ജഡ്ജ്മെൻറ്റും ഹൈക്കോടതി 74 പേജ് വരുന്ന ഉത്തരവാണ് ഈ CBI അന്വേഷിക്കുന്നതിൻ്റെ കാര്യകാരണ സഹിതമുള്ള വിവരങ്ങൾ പറഞ്ഞു. അപ്പം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ CBI FIR ഇട്ടത്. ഇനി വിജിലൻസ് തത്ത പറയുന്ന പോലെ ഇതിൻ്റെ കേസ് കാര്യങ്ങളും പറയേണ്ടി വരും. വിജിലൻസിനെ SP വിളിച്ചു വരുത്താൻ പറ്റും. വിജിലൻസ് ഓഫീസിൽ പോയി റെയ്ഡ് ചെയ്യാനുള്ള അധികാരം CBIക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അവിടെ റെയ്ഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വിളിച്ചു വരുത്താൻ CBI ഓഫീസിൽ പറ്റും. അതുകൊണ്ട് FIR ഇട്ടിട്ട് CBIക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. ആ തടസ്സം മാറിക്കിട്ടും. അപ്പോൾ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാനുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി ഇതിലെ വാദി എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഭാഗം കൂടെ കേട്ടിട്ട് തീരുമാനം എടുക്കാവുള്ളൂ എന്ന് കവീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് സുപ്രീം കോടതിയിൽ എബ്രാം ഫയൽ ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഫയൽ ചെയ്തതിന് കുറച്ച് ദിവസം എടുക്കും. മെൻഷൻ ചെയ്തവരൊക്കെ നമ്പറിട്ട് വരണം. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് രാത്രി തന്നെ ഡൽഹിക്ക് പോവുകയാണ്. അപ്പം അവിടെ ഏത് സമയം സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്ത് കേസ് വരും. അപ്പോൾ എൻ്റെ ഭാഗം കൂടെ കേട്ട് അപ്പോൾ അവിടെ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് ഏറ്റവും ക്രൂഷ്യലായുള്ള ഒരു പോയിൻ്റ്, ഹൈക്കോടതി ഉത്തരവ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത എബ്രാഹത്തിൻ്റെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഇപ്പോൾ നിയമപരമായി നിലനിൽക്കില്ല. കാരണം CBI FIR ഇട്ടിരിക്കുക. അപ്പോൾ FIRനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഇനി അറിയിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ വിവരം CBI FIR ഇട്ട് അന്വേഷണം മുന്നോട്ട് നീങ്ങിയ വിവരം സുപ്രീം കോടതിയെ അറിയിക്കുവാൻ വാദി എന്ന നിലയിൽ എനിക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരും അവിടെ കക്ഷിയില്ല.
CBIക്ക് കോപ്പി കൊടുക്കാറില്ല സാധാരണ നിലയിൽ. CBIയുടെ ആകാറില്ല. CBIക്ക് നോട്ടീസ് വരുമ്പോഴാണ് അവർ ഹാജരാകുന്നത്. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് നിമിഷ നേരം കൊണ്ട് പോയി ഈ കേസ് അട്ടിമറിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള അധികാരം ഗവൺമെൻറ്റും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ അധികാരങ്ങളും എൻ്റെ നേരത്തെ ചോദിച്ചിട്ട് വാട്സാപ്പ് കോൾ ഒരു വാട്സാപ്പ് കമ്പനിയിൽ അയച്ച് കട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നു. വേറെ വാട്സാപ്പ് എടുക്കേണ്ട വന്നു. അപ്പോൾ എല്ലാ അധികാര ദുരുപയോഗവും പ്രതി ചെയ്ത് വാദിക്കെതിരെ വാദിയുടെ കാലും കൈയും എല്ലാ പ്രവർത്തനവും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പുഷ്പം പോലെ മുന്നോട്ട് നീങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ അഭിപ്രായന്മാരെ കണ്ടിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് അധികാരം കൈവച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്താലും അതിനെയൊക്കെ നേരിടാനുള്ള നെഞ്ചുറപ്പുണ്ട്. അഭയക്കേസിലെ പ്രതികൾ ലോകത്തിലെ ഏറ്റവും 3 ശക്തിയിൽ ഒരു ശക്തിയാണ്. ആ ശക്തിയെ അഭയക്കേസിലെ പ്രതികൾ എന്നെ ഇല്ലായ്മ നോക്കി ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അവർ ശിക്ഷ മേടിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അതിനപ്പുറത്തൊന്നും അഭിപ്രായം ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ നിയമ പോരാട്ടം തുടരും. സുപ്രീം കോടതിയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.